എല്ലാവർക്കും നമസ്കാരം. ഡു യു തിങ്ക് ദാറ്റ് യു ആർ എ പെർഫെക്റ്റ് പേഴ്സൺ? നിങ്ങളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് ശരിയാണ്, നിങ്ങളൊരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ള ബോധം അല്ലെങ്കിൽ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ട് എന്ന് തോന്നുന്നു എങ്കിൽ ഈ പറയുന്ന പെർഫെക്ഷൻസ് നിങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടോ? അതാണ് ചോദ്യം. ഒന്നാമതായി, നിങ്ങൾക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണം. ട്രാഫിക് ജാമിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിയറിങ്ങിൽ കൈ കൊണ്ട് അടിക്കാറുണ്ടോ? ഇതെന്തൊരു പുലിവാല, ഇങ്ങനെ പറയാറുണ്ടോ? ഇങ്ങനെയുള്ള സ്ട്രെസ് നിങ്ങളിൽ വരാറുണ്ടോ? എങ്കിൽ യു ആർ മിസ്റ്റേക്കൺ. കാരണം ആ ട്രാഫിക് ജാമിൽ നിങ്ങൾ അവിടെ സ്ട്രെസ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ സ്ട്രെസ് ആയതുകൊണ്ടോ സ്റ്റിയറിങ്ങിന് അടിച്ചത് കൊണ്ടോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടോ ആ ട്രാഫിക് സിഗ്നൽ ഓണാകാൻ പോകുന്നില്ല. അത് അതിൻ്റെ ടൈമിൽ മാത്രമേ ഓണാവുകയുള്ളൂ. അനുസരിച്ചുള്ള ട്രാഫിക് മൂവ്മെൻ്റ് ആണ് സംഭവിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മളെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മൂഡ് ഔട്ടുള്ള സമയത്ത് ഫോണിൽ മറ്റൊരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരം ആർഗ്യുമെൻറ്റിലെത്തി സംസാരം സ്ട്രെസ്സായി പിരിയുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവുകയും അവസാനം ദേഷ്യം പിടിച്ച് ഫോൺ വെക്കുകയും ചെയ്യുമ്പോൾ ആ വെക്കുന്ന റിസീവർ നിങ്ങൾ ശക്തിയോടെ വെക്കാറുണ്ടോ? എങ്കിൽ യു ആർ മിസ്റ്റേക്കൺ അഗെയിൻ. കാരണം ആ റിസീവർ നിങ്ങളുടേതാണ്. ആ റിസീവർ ശക്തിയായി വെച്ചത് കൊണ്ട് ആ റിസീവറിന് ഡാമേജ് സംഭവിക്കുക എന്നല്ലാതെ സംസാരിച്ച് ഫോൺ വെച്ച ആൾക്ക് ഒന്നും സംഭവിക്കില്ല. ആ വ്യക്തി അത് അറിയുന്ന പോലും ഇല്ല. ഇത് നമ്മൾ അറിയാതെ പറ്റുന്ന വിഡ്ഢിത്തരങ്ങളാണ്. അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം, കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതാണ് സ്വയം നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൂഡ് ഔട്ട് സമയത്ത് ഒരാൾ നിങ്ങളെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഫോണിൽ വിളിക്കുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഔട്ട്, ആ ഒരു പ്രഷർ അവർക്ക് നേരെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? എങ്കിൽ യു ആർ മിസ്റ്റേക്കൺ അഗെയിൻ. കാരണം ആ വ്യക്തിയോട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം ഒരാൾ ഒരു സഹായ അഭ്യർത്ഥനയുമായി വിളിക്കുകയാണെന്ന് വെക്കുക. ആ സമയത്ത് നമ്മൾ മൂഡ് ഔട്ട് ആണെങ്കിൽ, നമ്മൾ വേറെ എന്തെങ്കിലും വിഷയവുമായി മൂഡ് ഔട്ടായി ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കാനുള്ള ഒരു മൂഡ് നമുക്ക് വരില്ല. പക്ഷേ ആ വ്യക്തി അത് അറിയുന്നില്ല. അവിടെയാണ് നമ്മൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തി അത് അറിയുന്നില്ല. ആ വ്യക്തി വിളിക്കുന്നത് ഒരു സഹായത്തിനാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വ്യക്തിയോട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു മൂഡ് പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളൊരു നല്ല വ്യക്തിയാകാനുള്ള മറ്റൊരു ഘടകം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അറിയാതെ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷെ നമ്മളായിരിക്കുക, നമ്മൾ സിൻസിയറായിരിക്കുക, നമ്മൾ സിറ്റുവേഷൻസ് അറിയുക, വ്യക്തികളെ അറിയുക, നമ്മളെ മനസ്സിലാക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായി എത്തുന്നത് വരെ ബൈ. ബി മോട്ടിവേറ്റ്.